ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. നല്ല എളുപ്പത്തിൽ ഒരു കറി, അതുപോലെ തന്നെ രുചിയുള്ള ഒരു കറി, അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി. അപ്പോൾ നോക്കിയാലോ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല, എല്ലാ സമയത്തും കൂട്ടാവുന്നതാണ്. ചേമ്പ് തണ്ട് വെച്ചിട്ട് ഒരു പരിപ്പ് കറിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് സാമ്പാർ പരിപ്പ് എന്ന് പറയുന്ന തുവരം പരിപ്പ് ഒരു 2 പിടി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു 2 വിസിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് 2 വിസിലിൽ നല്ലോണം വേവും, അതുകൊണ്ടാണ് 2 വിസിൽ വെച്ചിട്ട് എടുത്തത്. കറിക്ക് ആവശ്യമുള്ള നമുക്ക് ചേമ്പിൻ തണ്ട് പരിച്ചെടുക്കാം. ഇത് പരിച്ചെടുത്ത ശേഷം കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് പിന്നെ തൊലി എടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ കട്ടാക്കിയിട്ട് കറി വെക്കാവുന്നതാണ്. പിന്നെ കഴുകാറില്ല. അതുപോലെ തന്നെ ഇത് വൃത്തിയാക്കുമ്പോൾ കയ്യിൽ കുറച്ച് തേങ്ങ എണ്ണ പുരട്ടിയ ശേഷം നമുക്ക് വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമുള്ളത് കട്ടാക്കി എടുത്തു അത് കഴുകി തൊലി ചെത്തിയെടുക്കാം. പുളിങ്കറി ഇത് വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ എനിക്ക് വാട്സാപ്പിലേക്ക് കൂടി കുറേ ആൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ലുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ശരിക്കും നല്ല കറിയായിരുന്നു. അതുപോലെ തന്നെ ഇതും നല്ല കറി. അപ്പോൾ ഇത് ഫുള്ളും വൃത്തിയാക്കുന്നതെല്ലാം ആ വീഡിയോയിൽ ഇട്ടത് കൊണ്ട് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. ഇങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്. ആവശ്യമുള്ള വലുപ്പത്തിൽ കട്ടാക്കി ഒരു മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേവിച്ച് വെച്ച പരിപ്പ് അത് നല്ലോണം വെന്ത് കുഴഞ്ഞു പോവാതെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അതും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുക്കറിലെ പരിപ്പ് നല്ലോണം വെന്ത് ഉടഞ്ഞതുപോലെ അല്ല വേവിച്ചത്. ഇതിൻ്റെയോടൊപ്പം ചേർന്ന് വേകുമ്പോൾ അത് രുചി നല്ല ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ വെന്ത് മലർന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൽ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആവശ്യത്തിന് നമ്മളനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഒരു 1/2 സ്പൂൺ മാത്രമാണ് ചേർത്തത്. ഒരു തക്കാളി മുറിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചെറിയത് ഇട്ട് കൊടുത്ത ശേഷം അതിൽ 1/4 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണോ നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 5-6 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താണ് ടേസ്റ്റ് കൂടുതൽ. ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ സവാള ചേർത്ത് കൊടുത്താൽ മതി. അതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ച കൂട്ട് നമ്മൾ വെന്ത കഷ്ണം ഇതൊക്കെ വെന്താന്ന് ചെക്കാക്കിയ ശേഷം അതിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഈ ചേമ്പ് തണ്ട് ചൊരിയുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പുളി ഒഴിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ തക്കാളി ചേർത്ത തക്കാളി മാത്രം മതി, നല്ല രുചി ഉണ്ടാവും. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിക്കാനായിട്ട് തേങ്ങ എണ്ണ ചേർത്തിട്ട് ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 സ്പൂൺ കടുക് ഇടാം. അതിന് കുറച്ച് ചെറിയ ജീരകവും നമുക്ക് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. കടുക് താളിക്കുമ്പോൾ അതിൽ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തെങ്കിൽ സാമ്പാർ ഇങ്ങനെ പരിപ്പ് കറിക്ക് നല്ല രുചി കൂടും. അതോടൊപ്പം ഉണക്കമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിനെ കൊണ്ടുവന്നിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിലുള്ള കറി, നല്ല സ്വാദിഷ്ടമായ രുചിയുള്ള ഒരു കറി, അതുപോലെ തന്നെ ആരോഗ്യമായിട്ടുള്ള ഒരു കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം മേശപ്പുറത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. പൊന്നിയരി ചോറും അതുപോലെ തന്നെ നല്ല ചൂട് ചേമ്പൻ തണ്ട് വെച്ചിട്ടുള്ള പരിപ്പ് കറി. തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക. ഇതോടൊപ്പം ഞാൻ 2 തരം കോവക്കായൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് തോരൻ, തേങ്ങ ഇട്ട് വെച്ച തോരനാണ്. തേങ്ങ ഇടാതെ ചില ആൾക്കാർക്ക് നമ്മൾ വീട്ടിൽ ഇഷ്ടമായതുകൊണ്ട് അത് മെഴുക്കുവരട്ടി പോലെ വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ അടുത്ത വീഡിയോസിലിടാം. അപ്പോൾ ഇതിന് വേറെ ഒരു കറി വേണമെന്ന് ആവശ്യമില്ല, പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കോവക്ക ചെയ്തത്. നമുക്ക് ഇതും ഒരു പപ്പടം മാത്രം ഉണ്ടെങ്കിലും മതി, അല്ലെങ്കിൽ ഇത് മാത്രം കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ്. ശരിക്കും മിസ്സാക്കണ്ട. നിങ്ങൾ വീട്ടിൽ ചേമ്പിൻ്റെ തണ്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി മറക്കാതെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്